എന്താണ് ഫയറിംഗ് ഓർഡർ? ഒരു ആന്തരിക ജ്വലന എഞ്ചിനിലെ സ്പാർക്ക് പ്ലഗ് ഓരോ സിലിണ്ടറിലെയും വായുഇന്ധന മിശ്രിതം കത്തിക്കുന്ന ക്രമമാണ് ഫയറിംഗ് ഓർഡർ. എഞ്ചിന് സുഗമമായും കാര്യക്ഷമമായും പ്രവർത്തിക്കാൻ ഈ ക്രമം നിർണായകമാണ്. എഞ്ചിന്റെ ക്രാങ്ക്ഷാഫ്റ്റിന്റെയും കാംഷാഫ്റ്റിന്റെയും രൂപകൽപ്പനയാണ് ഫയറിംഗ് ഓർഡർ നിർണ്ണയിക്കുന്നത്. ഇത് എഞ്ചിന്റെ ഇൻടേക്ക്, എക്സ്ഹോസ്റ്റ് വാൽവുകൾ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനുമുള്ള സമയവും സ്പാർക്ക് പ്ലഗുകളുടെ ഇഗ്നിഷൻ സമയവും നിർണ്ണയിക്കുന്നു. ഓരോ എഞ്ചിനും ഒരു പ്രത്യേക ഫയറിംഗ് ഓർഡർ ഉണ്ട്. അത് സാധാരണയായി അതിന്റെ സിലിണ്ടറുകളുടെ ക്രമീകരണവും അതിന്റെ ക്രാങ്ക്ഷാഫ്റ്റിന്റെ കോൺഫിഗറേഷനും അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, 4 സിലിണ്ടർ എഞ്ചിനിൽ എഞ്ചിൻ രൂപകൽപ്പന അനുസരിച്ച് ഫയറിംഗ് ഓർഡർ 1-3-4-2 അല്ലെങ്കിൽ 1-2-4-3 ആകാം. ഒരു V6 അല്ലെങ്കിൽ V8 എഞ്ചിനിൽ സിലിണ്ടറുകളുടെ ലേഔട്ട് കാരണം ഫയറിംഗ് ഓർഡർ വ്യത്യസ്തമായിരിക്കും. എഞ്ചിന്റെ 4-സ്ട്രോക്ക് സൈക്കിളിൽ ഓരോ സിലിണ്ടറിനും ശരിയായ സമയത്ത് സ്പാർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ഫയറിംഗ് ഓർഡർ നിർണായകമാണ്. ഫയറിംഗ് ഓർഡർ തെറ്റായ ക്രമത്തിൽ ആണെങ്കിൽ അത് എഞ്ചിൻ തകരാറുകൾ, റഫ് ഐഡലിംഗ്, പവർ ഉൽപാദനം കുറയുക, എഞ്ചിന് കേടുപാടുകൾ വരുത്തുക എന്നിവയ്ക്ക് കാരണമാകും. എഞ്ചിൻ പ്രകടനം, മിനുസം, ബാലൻസ് എന്നിവ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി ഓട്ടോമോട്ടീവ് എഞ്ചിനീയർമാർ ഫയറിംഗ് ഓർഡർ ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്യുന്നു. ജ്വലനം ശരിയായ ക്രമത്തിൽ നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലൂടെ കുറഞ്ഞ വൈബ്രേഷനും പരമാവധി പവർ ഔട്ട്പുട്ടും ഉപയോഗിച്ച് എഞ്ചിന് സുഗമമായും കാര്യക്ഷമമായും പ്രവർത്തിക്കാൻ കഴിയും. ഒരു എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ നിർണ്ണയിക്കുന്നതിന് വാഹനത്തിന്റെ സർവീസ് മാനുവലോ നിർമ്മാതാവ് നൽകുന്ന സവിശേഷതകളോ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എഞ്ചിന്റെ ശരിയായ ഫയറിംഗ് ക്രമവും പ്രകടനവും നിലനിർത്തുന്നതിന് സ്പാർക്ക് പ്ലഗുകൾ, ഇഗ്നിഷൻ കോയിലുകൾ അല്ലെങ്കിൽ മറ്റ് ഇഗ്നിഷൻ സിസ്റ്റം ഘടകങ്ങൾ എന്നിവ മാറ്റിസ്ഥാപിക്കുമ്പോൾ ശരിയായ ഇൻസ്റ്റാളേഷൻ നടപടിക്രമം പിന്തുടരേണ്ടതും നിർണായകമാണ്.